ശ്രീ VPP മുസ്തഫ CPIM, അതായത് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദം ലോയേഴ്സ് കോൺഗ്രസ് അറിയാതെയായിരുന്നു എന്നായിരുന്നു ഒരു കൂട്ടം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. VD സതീശൻ്റെ വാദപ്രകാരം, കോൺഗ്രസിൻ്റെ വാദപ്രകാരം, റെജിന സുന്നിത്താൻ്റെ വാദപ്രകാരം. പക്ഷേ അങ്ങനെയല്ല. ലോയേഴ്സ് യൂണിയൻ്റെ ശുപാർശ കത്തിൽ അതുണ്ട്. അതിൽ സത്യപ്രതിജ്ഞാ ലംഘനം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുൻ മന്ത്രി P. രാജീവ് അടക്കം CPIM ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സത്യപ്രതിജ്ഞാ ലംഘനം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അത് നിൽക്കുമ്പോൾ തന്നെ അതിന് മറുപടി പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം, ലോയേഴ്സ് യൂണിയനിലെ തന്നെ ഒരു വിഭാഗം അതിനെ എതിർക്കുന്നുണ്ടായിരുന്നു. KSU അടക്കമുള്ളവർ അതിനെ എതിർക്കുന്നുണ്ടായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ കാലത്തെ പോലെ ഇങ്ങനെ പാർട്ടി ശുപാർശകളെല്ലാം ഒരുപോലെ എടുത്ത് തലയിൽ വെക്കുന്ന രീതിയല്ല UDF സർക്കാരിന് VD സതീശൻ്റെതെന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത്. എന്താണ് അതിനുള്ള മറുപടി? അതിപ്പോൾ അജിംഷാദെ, ഈ കഴിഞ്ഞ 50 ദിവസത്തിലധികമായി ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ഈ ഓരോ പ്രശ്നവും ഉയർന്നു വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന മറുപടി എന്താ? ഇതെല്ലാം LDF ഗവൺമെൻറ്റിൻ്റെതാണ്, ഇതെല്ലാം LDF ഗവൺമെൻറ്റിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ VD സതീശൻ അവിടെ മുഖ്യമന്ത്രിയായി ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. LDF ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ തന്നെ തുടരാനും LDF ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യാനുമാണെങ്കിൽ പിന്നെ എന്തിനാണ് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായത്? ഇവരങ്ങനെയല്ലല്ലോ പറയുന്നത്. LDF ഗവൺമെൻറ് ചെയ്തതെല്ലാം മഹാ അബദ്ധമായിരുന്നു, ജനവിരുദ്ധമായിരുന്നു, അത് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായിരുന്നു, അത് മുഴുവൻ പാർട്ടിക്കാരെ കുത്തിനിറക്കലായിരുന്നു എന്ന് പറഞ്ഞവർ അത് പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങി ഞങ്ങളുടെ നയം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് പിന്നെ ഓരോ വിഷയവും ഈ 50 ദിവസത്തിൽ എവിടെയാണ് ഈ ഗവൺമെൻറ് എടുത്ത ഒരു മന്ത്രിസഭാ യോഗം ചേർന്നാൽ അതിൻ്റെ തീരുമാനങ്ങൾ പുറത്തു വന്നാൽ ഉടനെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയല്ലേ? 50 ദിവസം കൊണ്ട് തന്നെ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു ഗവൺമെൻറ് കേരളത്തിൽ വേറെ ഏതാ ഉണ്ടാവുക? എന്നിട്ട് അത് മുഴുവൻ LDF ഗവൺമെൻറ്റിൻ്റെ പെരടിക്കിടുക, അതിൻ്റെ ചുമലിടുക എന്ന് പറയുന്നത് എന്തൊരു മണ്ടൻ ന്യായമാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, അവരുടെ അണികളെ തന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ KSU രംഗത്തിറങ്ങുന്നത്, അതുകൊണ്ടല്ലേ ലോയേഴ്സ് കോൺഗ്രസ് രംഗത്തിറങ്ങുന്നത്, അതുകൊണ്ടല്ലേ VM സുധീരൻ പുറത്തു വരുന്നത്, അതുകൊണ്ടല്ലേ അഡ്വക്കേറ്റ് PM നിയാസ് KPCC സെക്രട്ടറി പുറത്തു വരുന്നത്, അതുകൊണ്ടല്ലേ ഇതുപോലെ ചാനലിൽ കോൺഗ്രസിൻ്റെ വക്താക്കളായി വരുന്ന പലരും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്കെതിരെ, VD സതീശൻ്റെ നടപടിക്കെതിരെ പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ഈ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കോൺഗ്രസിൻ്റെ ജനാധിപത്യമാണ്, ഇതൊന്നും ജനാധിപത്യമല്ല ഉണ്ണിത്താനെ, ഇതൊക്കെ അരാജകത്വമാണ്. നിങ്ങളെ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റിയ ഒരു പാർട്ടി സംവിധാനവും അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും നിങ്ങളുടെ പ്രചരണവും നടക്കുമ്പോൾ നിങ്ങൾ ഈ ജനാധിപത്യം ഒന്നുമല്ലല്ലോ പറഞ്ഞത്. നിങ്ങളുടെ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർത്തി നിങ്ങളെല്ലാം കൂടി അദ്ദേഹത്തെ അംഗീകരിച്ചു, ഒരു വിയോജിപ്പും പ്രകടിപ്പിച്ചില്ല, നിങ്ങൾ വോട്ട് വാങ്ങിച്ച് വന്നിട്ട് പിന്നെ ഓരോരുത്തരും ഭരണപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ വഴിക്ക് നീങ്ങുക, ഓരോരുത്തരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുക, എന്നിട്ട് അതെല്ലാം ഞങ്ങളുടെ പാർട്ടിയിലെ ജനാധിപത്യമാണെന്ന് പറയുക. ഇതിനെ ജനാധിപത്യം എന്നല്ല വിളിക്കുക, അധികാരത്തിൻ്റെ മത്തു പിടിച്ച അരാജകത്വമാണ്. കാരണം ഓരോരുത്തരും ഈ ഭരണം ഉപയോഗിച്ച് 10 വർഷം പുറത്തിരുന്ന് ഒരു പ്രയാസകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ ആളുകൾ ഭരണം കിട്ടിയപ്പോൾ ആർത്തി പിടിച്ച് ഇങ്ങനെ കൈയിട്ട് വാരാൻ വേണ്ടി നടക്കുക. അതിന് മുടക്കമുണ്ടാകുമ്പോഴുള്ള പൊട്ടലും ചീറ്റലുമാണ് ഈ കേൾക്കുന്നത്. അല്ലാതെ ഭരണത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ നേരാവണ്ണം നടക്കണം, സുതാര്യമായിട്ട് നടക്കണം, അങ്ങനെ വളരെ ജനാധിപത്യവും സുതാര്യവുമായ ഒരു ഭരണം VD സതീശൻ്റെ കാലത്തുണ്ടാകണം. അമ്മാതിരി സ്നേഹമൊന്നുമല്ല ഈ KSU ആയാലും ലോയേഴ്സ് കോൺഗ്രസ് ആയാലും VM സുധീരനായാലും നിയാസ് വക്കീലായാലും ഒന്നും പറയുന്നത്. അവരുടെ എല്ലാം അജണ്ട എന്ന് പറയുന്നത് അവരുടെയൊക്കെ വ്യാപാരം നടക്കണം, അവരുടെയൊക്കെ കച്ചവടം നടക്കണം. അതിന് VD സതീശൻ വേറെ കച്ചവടവുമായിട്ട് പോകുന്നു. അത് വലിയ ഹൈ ലെവൽ കച്ചവടമാണ്. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ മംഗലാപുരം യാത്ര ഉൾപ്പെടെയുള്ള അദാനിയും അതുപോലെ വമ്പൻ ഭീമന്മാരുമായിട്ടുള്ള കച്ചവടമാണ്, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ഭീകരമായ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ. അജിംഷാദെ, നിങ്ങൾ നോക്ക്, KSRTCയിൽ ശമ്പളം മുടങ്ങി. വലിയ പ്രതിസന്ധിയിലുണ്ടായിരുന്ന KSRTCയെ നേരെ ചൊവ്വേ കൊണ്ടുവന്ന് അതിലെ ശമ്പളം 1-ാം തീയതി കിട്ടുന്ന നിലയിലേക്ക് എത്തിച്ചില്ലേ KB ഗണേഷ് കുമാറും പിണറായി വിജയനും? അത് വലിയ നിലയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലേ? അതുകൊണ്ടല്ലേ ഇവർക്ക് പ്രിയദർശിനി പദ്ധതിയൊക്കെ പ്രഖ്യാപിക്കാൻ തന്നെ കഴിഞ്ഞത്. ഇപ്പോൾ വന്നപ്പോഴെന്താ, അതിലെ താൽക്കാലിക ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നു, അവർക്ക് ശമ്പളം മുടങ്ങുന്നു. അംഗനവാടികളിൽ ബിരിയാണി കൊടുക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തതാ, നടപ്പിലാക്കിയതാണ്. ഇപ്പം എന്താ സ്ഥിതി? അവർക്ക് പോഷകാഹാരത്തിനുള്ള ഫണ്ട് പോലും മുടങ്ങുകയാണ് ഈ 50 ദിവസമായിട്ട്. പ്രവാസി ക്ഷേമ പെൻഷൻ ഇതുവരെ മുടങ്ങാത്തൊരു പെൻഷനാണ് അത്, പ്രവാസി ക്ഷേമ പെൻഷൻ. അത് മുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ 2 മാസമായിട്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ ധനസഹായം
ആകെ ഈ 50 ദിവസം കൊണ്ട് 9 കോടി രൂപ മാത്രമാണ് റിലീസ് ചെയ്തത്. ആയിരക്കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. ആളുകൾക്ക് വളരെ പെട്ടെന്നുള്ള ഒരു അത്യാവശ്യത്തിന് കിട്ടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ധനസഹായം. ഏതെല്ലാം ഫയലുകൾ മണിക്കൂറുകൾ കൊണ്ട് നോക്കിവിടുന്നുണ്ട്. ബക്കാഡി എന്ന് പറയുന്ന വലിയ ലോകോത്തര മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഉറക്കമൊഴിച്ചിരുന്നിട്ട് ഫയൽ നീക്കിയില്ലേ നികുതി ഇളവ് കൊടുക്കാൻ? എന്തേ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ചികിത്സാ ധനസഹായത്തിന് വേണ്ടി ഒരു 20,000 30,000 ഒക്കെ കിട്ടുള്ളൂ. പക്ഷെ അത് അവർക്ക് വലിയ തുകയാണെന്ന്. അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ വേണ്ടി കഴിയാത്തത്. സ്കൂൾ യൂണിഫോം തുറന്നിട്ടിപ്പോൾ സ്കൂൾ തുറന്നിട്ട് 2 മാസത്തെ പിന്നിടാൻ വേണ്ടി പോകുന്നു. അത് കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞോ? കേരളത്തിൽ 10 വർഷത്തിന് ശേഷം വൈദ്യുതി മുടങ്ങുകയല്ലേ? KSEB ഔദ്യോഗികമായിട്ട് പത്രക്കുറിപ്പ് ഇറക്കുകയല്ലേ ലോഡ് ഷെഡിങ്ങും പവർ കട്ടിന്റെയും കാര്യത്തിൽ? ആശുപത്രികളിൽ മരുന്നില്ലാതാവുന്നു. മുഖ്യമന്ത്രി തന്നെ പ്രത്യക്ഷപ്പെട്ട ഒരു വേദിയിൽ പവർ കട്ടിലൂടെ തടസ്സപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ എത്തുന്നത്. ശ്രീ VPP അതാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ 50 ദിവസം കൊണ്ട് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങളെല്ലാം അപ്പുറത്ത് കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ RSSകാരെ പ്രീണിപ്പിക്കാൻ വഴിവിട്ട കച്ചവടങ്ങൾ നടക്കാൻ ഈ പ്ലീഡർ നിയമനത്തിന്റെ പേരിൽ കേവലം RSS പ്രീണനം മാത്രമാണോ? ഓരോന്നിനും വേണ്ടിയിട്ട് എത്ര ലക്ഷങ്ങളുടെ ലേലം വിളിയാണ് നടക്കുന്നത്? വെറുതെ ഉണ്ടാകുന്നതാണോ? ഗവൺമെന്റ് നേരത്തെ സാങ്ഷൻ ചെയ്ത തസ്തികകളേക്കാൾ കൂടുതൽ സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരെയും സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരെയും എല്ലാം നിയമിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സർക്കാരിന്റെ കാര്യങ്ങൾ കോടതിയിൽ പോയി ഗംഭീരമായി വാദിച്ച് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ? ഇതെല്ലാം വലിയ ലേലം വിളി നടത്തിയിട്ട് അങ്ങനെ നിയമിച്ച് അവർക്കെല്ലാം വലിയ നിലയിൽ, കാരണം അവർക്ക് ഇങ്ങോട്ട് കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവർ നിയമിതരായാൽ പ്ലീഡറുമായിട്ട് ചുമതലയേറ്റാൽ പിന്നെ അവർ ചെയ്യുന്നത് എന്തായിരിക്കും? എല്ലാ വകുപ്പിലെയും ഗവൺമെന്റ് കേസുകൾ തോക്കുക. അത് നേരത്തെ UDF ഗവൺമെന്റ് കാലത്ത് നമ്മുടെ അനുഭവമാണല്ലോ. ഇതല്ലേ നടക്കുന്നത്? ഇത്ര മോശമായ ഒരു അവസ്ഥയിലേക്ക് 50 ദിവസം കൊണ്ട് കേരളത്തെ എത്തിച്ചില്ലേ? അങ്ങേയറ്റം അഴിമതി നിറഞ്ഞ, അങ്ങേയറ്റം സ്വജനപക്ഷപാതിത്വം കാണിക്കുന്ന, എല്ലാ ഭരണഘടനാ മാനദണ്ഡങ്ങളെയും നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ചട്ടങ്ങളെയും എല്ലാം ലംഘിക്കുന്ന ഒരു ഭരണ സംവിധാനം. അത്തരം ഒരു സാഹചര്യമല്ലേ ഉണ്ടായിരിക്കുന്നത്? ഒരു മുഖ്യമന്ത്രി യാതൊരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് പറയുകയല്ലേ, ഞാനിതാ പ്ലീഡർമാരെ നിയമിച്ചിരിക്കുന്നത് ലോയേഴ്സ് കോൺഗ്രസ് തന്ന ലിസ്റ്റ് വെച്ചിട്ടാണ്. ഇത് തന്നെയല്ലേ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിന്റെ കാര്യത്തിൽ NGO അസോസിയേഷന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ സർവീസ് സംഘടനകളുടെ ഭാരവാഹികൾ ഒരു ലെറ്റർ പേഡിൽ എഴുതി കൊടുത്താൽ സ്ഥലം മാറ്റം നടത്തുകയല്ലേ? ഈ സ്ഥലം മാറുന്ന ഉദ്യോഗസ്ഥന്റെ അപേക്ഷ വേണ്ട, അവരുടെ നിവേദനം കേൾക്കണ്ട. മറിച്ച് ഈ ഭരണപക്ഷത്തിന്റെ സംഘടനയുടെ ആളുകൾ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന്, ജീവനക്കാരിൽ നിന്ന് പണം പിരിച്ചെടുത്ത് അവർക്ക് വേണ്ട സ്ഥലങ്ങളിലേക്ക് വിടുകയാണ്. അത് തന്നെയാണ് പ്ലീഡർ നിയമനത്തിൽ കാണുന്നത്. ലോയേഴ്സ് കോൺഗ്രസോ അതുപോലെ മറ്റ് ആളുകളോ റെക്കമെൻഡ് ചെയ്താൽ മതി. ഏജിൽ എടുക്കുന്ന ഈ ഏജ് തന്നെ ആരാണ്? ഇവിടെ ലീഗൽ ഓഫീസേഴ്സിന്റെ റൂൾസ് അനുസരിച്ചിട്ട്, കേരള സർക്കാരിന്റെ ലീഗൽ ഓഫീസേഴ്സ് റൂൾസ് അനുസരിച്ചിട്ട് ഏജിയുടെ എടുക്കുന്ന ആണ് പാനൽ വാങ്ങിക്കേണ്ടത്. പക്ഷെ ഈ ഏജ് ആരാ? കഴിഞ്ഞ LDF ഭരണകാലത്ത് ഇവിടത്തെ RSSന്റെ തിട്ടൂരങ്ങൾ നടപ്പിലാക്കാൻ വന്ന, മോഡി സർക്കാരിന്റെ തിട്ടൂരങ്ങൾ നടപ്പിലാക്കാൻ വന്ന അന്നത്തെ ഗവർണർ, BJP-കാരനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിയമോപദേഷ്ടാവല്ലേ? അയാളെ പിടിച്ചിട്ട് യാതൊരു പ്രയാസവുമില്ലാതെ രായ്ക്കുരാമാനം VD സതീശൻ തന്റെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിക്കുകയല്ലേ? എങ്ങനെയാ സാധിക്കുന്നത്? നിങ്ങൾ നോക്കുക, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളം കണ്ട ഏറ്റവും മോശമായ നിലയിൽ മോഡി സർക്കാരിന് വേണ്ടി, BJP-ക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തിക്കൊടുത്ത ഒരു കയ്യാളായിട്ട് നിന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന BJP-കാരനായ ഗവർണറുടെ നിയമോപദേഷ്ടാവ് എങ്ങനെയാണ് കോൺഗ്രസ് സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറലായിട്ട് വരുന്നത്? പിന്നെ അദ്ദേഹം കൊടുക്കുന്ന ലിസ്റ്റിൽ ആരാ ഉണ്ടാവുക? അതാണ് അതിൽ ഏറ്റവും വലിയൊരു ഏറ്റവും പുതിയ ഒരു ഉദാഹരണം കൂടി പറഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രതീഷ് ചക്രവാണിയിലേക്ക് പോകാം. കാരണം ശ്രീ VPP താങ്കൾ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഗവർണറുടെ ഉപദേഷ്ടാവായ ഒരാൾ എങ്ങനെയാണ് ഇത്തരത്തിൽ അഡ്വക്കേറ്റ് ജനറൽ ആകുന്നതെന്ന്? അതിൻ്റെ ഫലം ഇന്ന് വഖഫ് ബോർഡ് കേസുണ്ടായിരുന്നു, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടത്. അതായത് BJP ഉപാധ്യക്ഷൻ സാക്ഷാൽ ഷോൺ ജോർജ് സമർപ്പിച്ച ഒരു ഹർജി,
ആ ഹർജിയിൽ ഷോൺ ജോർജിൻ്റെ വാദങ്ങൾക്കനുസൃതമായ രീതിയിലായിരുന്നു AG പ്രത്യക്ഷപ്പെട്ട് സർക്കാരിൻ്റെ വാദങ്ങൾ പറഞ്ഞത്. അപ്പോൾ കോടതി തന്നെ അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഇത് ഹർജിക്കാരൻ്റെ വാദങ്ങളാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു പരിധിവരെ ഒരു പരിധിവരെ അത് ശരിയാണ് എന്ന് അഡ്വക്കേറ്റ് ജനറൽ സമ്മതിക്കുകയാണ് സർക്കാർ. ഇതൊക്കെ ജനങ്ങൾ കാണണം. മുസ്ലിം ലീഗ് അടക്കമുള്ളവർ മറുപടി പറയണം ഈ വിഷയത്തിലൊക്കെ. അത് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കാണാം.